ഹലോ ഹായ് വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്, അതായത് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സും അവർ എന്താണ് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതുപോലെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് നമ്മൾ ഇവിടെ നോക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് 7 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, 5 ഓഫ് സോർഡ്സ്, 10 ഓഫ് സോർഡ്സ്, 10 ഓഫ് wands, 8 ഓഫ് wands, the fool card, the emperor and finally 2 ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് wands ആണ്. ആദ്യം തന്നെ നിങ്ങളുടെ എനർജി ഇവിടെ വളരെ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്തിലോ ഒന്നില് വളരെ മുന്നോട്ട് എങ്ങനെ പോകണമെന്നറിയാതെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ആരുടെയിലോ ആരോ ചെയ്ത് ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഇമോഷണലി ഡാം ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. നിങ്ങൾക്ക് അറിയുന്നില്ല മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. ഇവിടെ കാണിക്കുന്നത് ഒരു ചീറ്റിംഗ് എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ശരിക്കും ചതിച്ചിട്ട് പോയതായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങളെ ആവശ്യത്തിന് വേണ്ടി മാത്രം പരമാവധി എത്ര നിങ്ങളെ ഊറ്റാൻ പറ്റുമോ അത്രയ്ക്ക് നിങ്ങളെ ഊറ്റിയെടുത്തിട്ട് അവർക്ക് ഹാപ്പിനെസ്സിൽ എവിടെയാണ് ഹാപ്പിനെസ് കിട്ടുന്നത് അവിടേക്ക് പോയതായിട്ടാണ് കാണുന്നത്. മാനസികമായിട്ട് നിങ്ങൾ വളരെയധികം വേദനിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലൂടെയാണ് ഇപ്പൊ നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ മാത്രമല്ല വേറെ ഒരാളെയും കൂടി, അതായത് ഇപ്പോൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് ആണെങ്കിൽ അതിന്റെ ഇടയിലേക്ക് വേറൊരു വ്യക്തി കടന്നു വരിക, അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിന്റെ ഇടയിലേക്ക് വേറൊരു വ്യക്തി കടന്നു വരിക. എന്നിട്ട് നിങ്ങൾക്ക് തരേണ്ട കെയറിങ്ങും സ്നേഹവും എല്ലാം അവർ ആ വ്യക്തിക്കാണ് കൊടുക്കുന്നത്. പകരം നിങ്ങളെടുത്തോട്ട് അവർക്ക് എന്താണോ ആവശ്യം, നിങ്ങളുടെ വ്യക്തിക്ക് എന്താണോ ആവശ്യം, ആ ഒരു സമയത്ത് മാത്രം അവർ കടന്നു വരും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവരുടെ സ്നേഹം കിട്ടിയിട്ടുണ്ടാകും. നിങ്ങളടുത്ത് നിന്ന് എന്താണോ അവർക്ക് കിട്ടേണ്ടത് അത് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ സ്നേഹം അവിടെ തീർന്നിട്ടുണ്ടാവും. അവര് ഹാപ്പിനെസ് കണ്ടെത്തുന്നത് മുഴുവനും മറ്റൊരു വ്യക്തിയുടെ അടുത്ത് നിന്നിട്ടാണ്. നിങ്ങളടുത്ത് ആവശ്യത്തിന് വേണ്ടി മാത്രം വന്നിട്ട് പോകുക. അതാണ് ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി നല്ലോണം കാണിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ ചിന്തിക്കുന്നില്ല. അതിലവർക്ക് ഒരു പശ്ചാത്താപമോ ഒന്നും അവർക്ക് വരുന്നില്ല. അവരുടെ ഹാപ്പിനെസ് എന്താണോ അതിലൂടെ മൂവ് ചെയ്യുകയാണ്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് നിങ്ങൾ ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇതിന് കാരണവും നിങ്ങളുടെ പേഴ്സൺ തന്നെയായിരിക്കാം. കാരണം അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പേരെടുത്തുനിന്ന് കടം മേടിച്ചിട്ടുണ്ടാകും. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പൈസ വേണം എന്ന് പറയുമ്പോൾ വേറെ ആരെടുത്തുനിന്നെങ്കിലും ഒക്കെ കടം മേടിച്ചിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോ അവർക്കത് അറിയേണ്ട ഒരു ആവശ്യവുമില്ല. അവരത് അറിയുന്നില്ല, ചോദിക്കുന്നില്ല. നിങ്ങളാണ് അതിൽ ബുദ്ധിമുട്ടുന്നത്. എങ്ങനെ ഇത് വീട്ടണം, എങ്ങനെ കൊടുത്തു തീർക്കണം, ആ ഒരു ബുദ്ധിമുട്ടും ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നതേ ഇല്ല. അവർ നിങ്ങൾ തരുന്ന സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത എത്രയൊക്കെ ത്യാഗം ചെയ്ത് അവർക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊന്നും അവരുടെ ഓർമ്മയിൽ അതൊന്നുമില്ല. അവരുടെ ഹാപ്പിനെസ്സിൽ വേറൊരു വ്യക്തിയുടെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ അത് ആലോചിച്ച് നിങ്ങൾ ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അറിയുന്നുണ്ടാകില്ല എന്തുകൊണ്ടാണ് അവർ ഈ ഒരു സമയത്ത്, അതായത് അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഒരു സ്നേഹം കൊണ്ട് അവർ വരുന്നു, അത് കിട്ടുന്നത് വരെ വളരെ സ്നേഹം കാണിക്കുന്നു, അത് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ പണി നോക്കി പോകുന്നു. ഇങ്ങനെ ഒരു ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾ വേറൊരു വ്യക്തി ഉണ്ടാകാന്ന് അറിഞ്ഞിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് ഇവിടെ ഒരുപാട് വഴികൾ ഓപ്പൺ ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങളുടെ കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്നു എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സന്റെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങള്, അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങള്, ഇത് നിങ്ങളെ വേദനിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ ഒരു കാര്യത്തില് ആ ഒരു വ്യക്തി കാരണം നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇവിടെ നിങ്ങളടുത്ത് യൂണിവേഴ്സ് ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഈ ഫിനാൻഷ്യൽ ട്രബിൾ മാറാനുള്ള ഒരുപാട് വഴികൾ ഓപ്പൺ ചെയ്തു തരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സും കണ്ണും ഒരുപോലെ ഇരുട്ടത്ത് മൂടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല.
അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഡിപ്രസ്ഡ് ആയി പോകുന്നത്. സൂയിസൈഡ് ടെൻഡൻസി, ഒന്നും ചെയ്യാൻ പറ്റാതെ, മിണ്ടാൻ പറ്റാതെ, എപ്പോഴും വളരെ നെഗറ്റീവായിട്ട് തോട്ട് ചെയ്ത് വളരെ ഡൗൺ ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. യൂണിവേഴ്സ് ഇവിടെ തരുന്ന സ്ട്രോങ് മെസ്സേജും അത് തന്നെയാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക, അതുപോലെ ലിസൺ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് മാർഗങ്ങൾ മുന്നിലുണ്ട്. ലെറ്റ് ഗോ ചെയ്യുക, സ്വന്തം തീരുമാനിക്കുക, ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ വളരെ എനർജി ഡൗൺ ആക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരവിടെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരാളെ ചൂസ് ചെയ്ത് അവരുടെ ഹാപ്പിനെസ്സിൽ അവർ പോകുന്നു. നിങ്ങൾ എന്താണ് ഇവിടെ അനുഭവിക്കുന്നത് എന്നുള്ളത് അവർ ആലോചിക്കുന്നില്ല. നിങ്ങൾ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് എന്നുള്ളത് അവർ ആലോചിക്കുന്നില്ല. നിങ്ങൾ ഇത് അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ കുറെ റീസൺസ് പറയും നിങ്ങളുടെ അടുത്ത്, ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട്. ബിസിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലല്ല, അവർ നിങ്ങൾക്ക് തരേണ്ട എല്ലാ വിലയും വേറൊരു വ്യക്തിക്ക് അവിടെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സ്നേഹവും കരുതലും ഒക്കെ വേറൊരാൾക്ക് അവിടെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങളടുത്ത് പക്ഷേ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവില്ല, മേ ബി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇനിയും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് വളരെ സ്നേഹത്തോടെ നിങ്ങൾ അടുത്തോട്ട് തന്നെ അവർ വരും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അവർ വരുന്നത് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. അത് കഴിയുമ്പോൾ അവർ വേറെ പോകും. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക, നിങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുക. നിങ്ങൾ ചിലപ്പോൾ കരുതുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തിനാണ് ഇത്രമാത്രം സങ്കടം, അങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവരടുത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. ആരൊക്കെ അവർ നിങ്ങളെ എത്രത്തോളം ഉണ്ടെങ്കിലും, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചാലും എത്രത്തോളം താഴ്ത്തിയാലും നിങ്ങളെ ഒരിക്കലും ഏഞ്ചൽസ് കൈവിടുന്നില്ല. നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, അവരിൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഇവിടെയുള്ളൂ. ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഏഞ്ചൽസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജ് തരുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. നിങ്ങളായിരുന്നു ബെറ്റർ എന്ന് അവർക്ക് തോന്നുന്ന ഒരു ടൈം വരും. അതുപോലെ നിങ്ങളായിരുന്നു ശരി. മറ്റുള്ളവരൊക്കെ അവരടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്ത് ചീറ്റ് ചെയ്തതുപോലെ ഈ ഒരു പേഴ്സണെയും, അതായത് നിങ്ങളുടെ വ്യക്തിയെയും മറ്റുള്ളവർ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു യൂസ് ചെയ്തത് എന്നൊരു വിചാരം അവർക്ക് വരുന്ന ഒരു ദിവസം വരും. അന്ന് അവരെ എല്ലാം ഓർത്ത് പശ്ചാത്തപിച്ച് നിങ്ങളടുത്തോട്ട് തിരിച്ചു വരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാം. അല്ലാതെ ഇനിയും സ്നേഹം കാണിക്കാതെ പിന്നെയും പോയി പിന്നെയും വന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക, ലെറ്റ് ഗോ ചെയ്യുക.